അപ്പം നമ്മളെന്ന് കളിക്കുന്ന ഡോട്ടർ ഡ്രൈവിങ് ഈ ഗെയിമിലാണെങ്കിൽ നമുക്ക് ഒരു മിഷൻ ഉണ്ട്. അതൊക്കെ ചെയ്ത് നമുക്ക് കോയിനൊക്കെ കിട്ടും. അപ്പോൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇനി 100 സബ്സ്ക്രൈബ് വേണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും 100 സബ്സ്ക്രൈബ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഇതിൽ ഹൈവേ കളിക്കാൻ പോണേ. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ ഓടിക്കുന്നുണ്ട്. അപ്പം ഞാനാണ് ഇവിടുന്ന് കാറൊക്കെ ഓടിക്കുന്നുണ്ട്. ഈ ഒരു ആരോ കാണിക്കുന്ന സൈഡിൽ കൂടെ ഓടിച്ച് നമുക്ക് ഓരോ വൈറ്റ് കോയിൻ കിട്ടും. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ അപ്പുറത്തും ഒക്കെ ഓടിക്കുന്നുണ്ട്. എനിക്ക് ആരോ കാണിക്കുന്നിടത്ത് പോകുമ്പോൾ എനിക്ക് ഓരോ കോയിൻ കിട്ടും. ഇതുപോലെ കളിക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒത്തിരി കോയിൻ ഉണ്ടാക്കിയിട്ട് നമുക്കാണെങ്കിൽ കാറൊക്കെ വാങ്ങിക്കാം. പുതിയ കാറൊക്കെ വാങ്ങിക്കാം. ഇത് മാറ്റിയിട്ട് എൻ്റെ ഇപ്പോൾ ഒരു കാറേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഈ ടൈമിനനുസരിച്ച് കളിക്കുക. ഇപ്പം നമ്മൾ ഈ ടൈം നിൽക്കുന്ന അതിന് താഴെ എത്തുമ്പോൾ നമ്മൾ ജയിക്കും. നമുക്കിവിടെ കണ്ണാടിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഹോൺ അടിക്കാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഓണാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇല്ല, ആ ലൈറ്റ് ഓണാക്കാൻ പറ്റും. ലൈറ്റിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് ഓണാക്കുവാണെങ്കിൽ നമ്മുടെ അടുത്തുള്ളവർക്ക് അനുസരിച്ച് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതൊക്കെ ഇതിനകത്തിലുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്, ഒരു ലൈറ്റും പിന്നെ നൈറ്റിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ആ ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പം ഇതിൻ്റെ പേര് ഡോട്ടർ ഡ്രൈവിംഗ് എന്ന്. അപ്പം എല്ലാവരും കളിക്കാൻ മറക്കല്ലേ. ഇത് നമുക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്ന ഗെയിം, മൾട്ടിപ്ലെയർ അല്ല. ഇത് നമ്മൾ തന്നെ ഇരുന്ന് കളിക്കണം. വേറെ മൾട്ടിപ്ലെയർ ആയിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് പറ്റാതിരിക്കും. ഞാൻ പക്ഷേ കളിച്ചിട്ടില്ല. ഞാനവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.